ഹലോ. ഈ വീക്കെൻഡ് ഫാമിൽ വിസിറ്റ് ചെയ്തപ്പോഴുള്ള വിശേഷങ്ങൾ കാണാം. ഫാമിൽ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് കേട്ടോ ഈ കുഞ്ഞു പേര. തായ്വാൻ പിങ്ക് പേരയാണ്. ഒരു 1.5 അടി ഹൈറ്റേ ഉള്ളൂ കേട്ടോ. പക്ഷെ എന്തുമാത്രം പേരയ്ക്കാണ് ഉണ്ടായിക്കണേന്നറിയോ. 4-5 പേരയ്ക്ക ഞാൻ പറിച്ചു കേട്ടോ. കുല കുത്തി ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, അതുപോലെ നിറയെ കുല 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 പോലെ കിടക്കുകയാണ് നമ്മുടെ പേരയ്ക്ക. പേരയ്ക്കയുടെ എണ്ണം കൂടിയപ്പോൾ ചെടിക്ക് ഭാരം താങ്ങാണ്ടായി. നോക്കിയപ്പോൾ നിലമുട്ടി കിടക്കുമായിരുന്നു. ഞാൻ തന്നെയാണ് കേട്ടോ വീഡിയോയും എടുക്കുന്നത്. അതുകൊണ്ട് ഒരു കൈ കൊണ്ട് വീഡിയോയും എടുക്കണം, ഒരു കൈ കൊണ്ട് പേരയ്ക്ക പറിക്കുകയും വേണം. മറ്റേ കയ്യിൽ ഊരിപ്പിടിച്ച ഗ്ലൗസും മൊബൈലും എല്ലാം കൂടി ആയപ്പോൾ ആ ഗ്ലൗസിൻ്റെ ഭാഗവും കൂടെ ഈ വീഡിയോയുടെ ഇടയിൽ കയറി വന്നു. എല്ലാ പേരയ്ക്കയും കൂടെ പിടിക്കാനും പറ്റാണ്ട് ഒരെണ്ണം താഴെയും പോയി. അങ്ങനെ പേരയ്ക്കയുടെ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് കുമ്പളങ്ങ പറിക്കുന്നത് കണ്ടത്. എന്നാൽ പിന്നെ അതെടുക്കാമെന്ന് വിചാരിച്ചു. നല്ല ഫാം ഫ്രഷ് കുമ്പളങ്ങ. നിങ്ങളിത് കണ്ടില്ലേ, ഈ വെളുത്ത പൊടി കയ്യിലായി കഴിഞ്ഞാൽ കൈക്ക് ചൊറിച്ചിലുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഗ്ലൗസ് ഇടുന്നത്. 2 കുമ്പളങ്ങ പറിച്ചു. ഇനിയിപ്പോൾ ഈ ആഴ്ച മുഴുവൻ കുമ്പളങ്ങ കറി ആയിരിക്കും. അടുത്തത് ഞാൻ മൊസാമ്പിയുടെ അടുത്തേക്കാണ് പോയത്. കുറേ നാളായി ഈ മൊസാമ്പി ഇങ്ങനെ ഉണ്ടായി കിടക്കൽ മാത്രമേ ഉള്ളൂ. ഒരു മൂത്ത് കിട്ടുകയോ പഴുത്ത് കിട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ നോക്കിയപ്പോൾ താഴെ ഒരെണ്ണം ചെറിയൊരു കളർ മാറി കിടക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഇനി അങ്ങോട്ട് വെക്കണ്ട, പറിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനതങ്ങോട്ട് പറിച്ചു. മുറിക്കുമ്പോൾ അതിൻ്റെ വീഡിയോ വേറെ ആയിട്ട് ഇടാം കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നൊക്കെ അപ്പോൾ പറയാം. ഇതിപ്പോൾ ഞാൻ തിരിച്ചും മറിച്ചും നോക്കിയപ്പോൾ കുറേ കറുത്ത പാടുകളും എന്തൊക്കെയോ കളർ വ്യത്യാസമൊക്കെ കണ്ടു. നല്ലതായിരിക്കും എന്തോ. ചെറുതായിട്ടൊക്കെ ഞെങ്ങുന്നൊക്കെ ഉണ്ടായിരുന്നു. പഴുത്തിട്ടുണ്ടാവുമായിരിക്കും. അവിടെ നിന്ന് മുന്നോട്ട് പോയപ്പോൾ അടുത്തൊരു കാഴ്ച കണ്ടത് ഒരു വാഴ ഒടിഞ്ഞു കിടക്കണു. കുല മൂത്തതാണോ എന്ന് നോക്കിയപ്പോൾ ഭാഗ്യത്തിന് കുല മൂത്തതാണ്. വാഴക്കുല എങ്ങനെയാണ് മൂത്തിട്ടുണ്ടോ എന്ന് നോക്കണേന്നറിയോ. കായ നല്ലോണം ഉരുണ്ട് വരും. പിന്നെ ചില കായകളൊക്കെ ഇങ്ങനെ വിണ്ട് കിടക്കുന്നുണ്ടാവും. തൊട്ടടുത്ത് നിൽക്കണ അവക്കാടയുടെ പുറത്തേക്കേ വേറൊരു വാഴയും കൂടെ അങ്ങ് ചാഞ്ഞ് കിടക്കുന്നുണ്ട്. ഇതിനെ ആദ്യം വെട്ടി മാറ്റിയിട്ടിട്ട് മറ്റേ വാഴയൊന്ന് മറിച്ചിട്ട് അവക്കാടനെ സേഫാക്കി. ആ വാഴയുടെ കുല ഒന്ന് പുറത്തേക്ക് വന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്കതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് അങ്ങോട്ട് കളഞ്ഞു. അടുത്തത് നമ്മുടെ വിയറ്റ്നാം ഏർലിയാണ്. വിയറ്റ്നാം ഏർലി ജാക്ക് ഫ്രൂട്ട്. ഒരു 4 ചക്കക്കുട്ടന്മാരുണ്ടായിട്ടുണ്ട്. 2 കുഞ്ഞു ചക്കക്കുട്ടന്മാരും ഒരെണ്ണം ഇത്തിരി വലുതും കൂടിയാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ടിലൊന്നാണ് കേട്ടോ ചക്ക. അങ്ങനെ ചക്കയും നോക്കി വായിൽ വെള്ളവും ഇറക്കി. എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ടാന്ന് പറഞ്ഞല്ലോ. അടുത്തത് പോയത് അഭിയു മരത്തിൻ്റെ അടുത്തേക്കാണ്. അഭിയു ഇത്തവണ ഒരുപാട് കായ പിടിച്ചിട്ടുണ്ട്. ഇത് 2ാമത്തെ തവണയാണ് കായ പിടിച്ചിരിക്കുന്നത്. ഭാഗ്യത്തിന് ഒരെണ്ണം നമുക്ക് കിട്ടി. എന്ത് ഭംഗിയായിട്ടാണ് എൻ്റെ അമ്മോ, എന്ത് രസമല്ലേ കാണാൻ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് നേരം തണുപ്പിച്ച് കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴേ ടേസ്റ്റ് 2 ഇരട്ടിയാവും. ഒരെണ്ണേ കിട്ടിയുള്ളൂ. ബാക്കിയൊക്കെ ഈ മരപ്പട്ടികളാണോ എന്താണോന്ന് അറിയില്ല, പല ജീവികളും വന്ന് കഴിക്കുന്നുണ്ട്. അവർക്കും കഴിക്കണം, പക്ഷേ ഇത്ര നല്ല ഫ്രൂട്ട് ഇങ്ങനെ തിന്ന് കാണുമ്പോഴേ ഭയങ്കര വിഷമമാണ്. ഒരെണ്ണം താഴെ കിടക്കണു. ആരോ എന്തോ ജീവി കഴിച്ച് ബാക്കി ഇട്ടതാണ്. അത് മുഴുവൻ തിന്നും, അതും ഇല്ല. തിന്നുമില്ല, തീറ്റിക്കില്ല എന്ന് പറഞ്ഞ പോലെ. അത് വേസ്റ്റായിപ്പോയി. കളയാനും മനസ്സ് തന്നില്ല. കുറേ നേരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു നോക്കി അവസാനം താഴത്തേക്ക് ഇട്ടു. ഇല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക. അപ്പോൾ അവിടെ നിന്ന് മുന്നോട്ട് പോയപ്പോൾ ഇതേ കിടക്കണം അടുത്ത വാഴ താഴത്ത്. റോബസ്റ്റപ്പഴമായിരുന്നു. മൂത്തിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. മൂത്തിട്ടില്ല. ഇത്രയും വെയിറ്റും മറ്റൊക്കെ കാറിൽ കയറ്റി ഇത്രയും ദൂരത്തേക്ക് യാത്ര ചെയ്യാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പടലയായിട്ട് മുറിച്ചു. കുറച്ച് അവിടെയുള്ള അടുത്ത വീട്ടുകാർക്ക് കൊടുത്തു. പിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെയുള്ള എല്ലാവർക്കും കൊടുത്തു. പിന്നെ 1-2 മാറ്റി വെച്ചു. അടുത്തത് വഴുതനങ്ങയുടെ അടുത്തേക്കാണ് പോയത്. ഇഷ്ടം പോലെ വഴുതനങ്ങ ഉണ്ടായിട്ടുണ്ട്. എല്ലാ ആഴ്ചയും പോകുമ്പോൾ കൈ നിറയെ വഴുതനങ്ങ കിട്ടും. എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് വഴുതനങ്ങ ഫ്രൈ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഞാനിങ്ങനെ ഫ്രൈ ഉണ്ടാക്കി കൊടുക്കും. ചിലപ്പോൾ നീളത്തിലരിയും, ചിലപ്പോൾ വട്ടത്തിലരിയും, സ്ലൈസ് ചരിച്ചിട്ടരിയും. അങ്ങനെ ഷേപ്പ് മാത്രമേ മാറ്റുള്ളൂ. മസാലയൊക്കെ സെയിം ആയിരിക്കും. നല്ല ടേസ്റ്റാണ്. ഞങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടമാണ്. മോനും കഴിക്കും. ഇപ്പോൾ കണ്ടിന്യൂസ് മഴ കിട്ടുന്നതുകൊണ്ട് അധികം നനയൊന്നും ആവശ്യമില്ല. അവർ സർവൈവ് ചെയ്തോളും തന്നെ. ഒരു കൈ കൊണ്ട് ഷൂട്ടിങ്ങും ഒരു കൈ കൊണ്ട് വഴുതനങ്ങ പറിക്കലും നടക്കുന്നില്ല. പിന്നെ ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു. പുള്ളിയാണ് പിന്നെ പറിച്ച് തന്നു കേട്ടോ. കട്ട് ചെയ്ത് തരും, ഞാനിങ്ങനെ എടുക്കും, ബാഗിലേക്ക് ഇടും. അങ്ങനെ എന്ത് പറയാനായി ഒറ്റക്കൈയിലെ ഷൂട്ടിങ്ങിൻ്റെ അവസ്ഥ. എൻ്റെ ഗ്ലൗസ് കണ്ടില്ലേ, ബോബനും മോളിയിലെ ആ നായയില്ലേ എല്ലാ ഫ്രെയിമിലും അനാവശ്യമായി വന്നുകൊണ്ടിരിക്കുന്നത്, അതേപോലെയാണ് ഈ ഗ്ലൗസ്. എല്ലാ ഫ്രെയിമിലും വരുന്നുണ്ട്. അതൊരു കംപ്ലൈൻ്റായിട്ട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് തന്നെ കുറച്ച് വഴുതനങ്ങ പറിച്ച് എനിക്ക് തന്നു. ഞാനത് ബാഗിലേക്ക് ഇട്ട് അടുത്തത് പച്ചമുളകിൻ്റെ അടുത്തേക്കാണ് പോയത്. വീക്കെൻഡിൽ പറമ്പിൽ പോകുമ്പോൾ ആ ഒരു വീക്കിലേക്ക് ആവശ്യമുള്ള പച്ചമുളകൊക്കെ പറിച്ചിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു വരാറ്. അങ്ങനെ ഈ വീക്കെൻഡിൽ വിളവെടുപ്പുകൾ കഴിഞ്ഞു. പേരയ്ക്കയും കുമ്പളങ്ങയും മൊസാമ്പിയും
വഴുതനങ്ങയും കുറച്ച് കൊലയും പിന്നെ പച്ചമുളകും ഒക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി. അപ്പോൾ ശരി, ഇന്ന് ഇത്രേ ഉള്ളൂ. താങ്ക് യു.